ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് ഫോർമേഷൻ ആൻഡ് കോൺഷ്യസ്നസ് എന്നൊരു യൂണിറ്റാണ്, മൂന്നാമത്തെ യൂണിറ്റാണ്. അതായത് സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന ആ ഒരു പുസ്തകത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ക്ലാസ് ഫോർമേഷൻ ആൻഡ് കോൺഷ്യസ്നസ് എന്ന ടോപ്പിക്കാണ് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ക്ലാസ് ഫോർമേഷൻ എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ് ക്ലാസ് ഫോർമേഷൻ? ക്ലാസ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ദ സൊസൈറ്റി ബിക്കംസ് ഡിവൈഡഡ് ഇൻ ടു ഡിസ്റ്റിങ്ക്റ്റ് സോഷ്യൽ ക്ലാസ്സസ് ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് സച്ച് ആസ് വെൽത്ത്, ഒക്യുപ്പേഷൻ ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ്. അതായത് ആളുകളെ അവരുടെ വെൽത്ത്, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിനെയാണ് ക്ലാസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഡിഫറെൻറ്റ് ക്ലാസ്സുകളായിട്ട്, വിവിധങ്ങളായിട്ടുള്ള ക്ലാസ്സുകളായിട്ട്, ഗ്രൂപ്പുകളായിട്ട് തരംതിരിഞ്ഞു പോകുന്നതിനെ പറ്റിയിട്ടാണ് ക്ലാസ് ഫോർമേഷനിൽ പറയുന്നത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധങ്ങളായിട്ടുള്ള കാറ്റഗറി അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്? വിവിധങ്ങളായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവുന്നത് അവരുടെ സ്വത്ത്, വെൽത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സാമൂഹ്യപരമായിട്ട് അവർക്കുള്ള സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ഒക്യുപ്പേഷൻ, തൊഴിൽ തുടങ്ങിയ ഒരുപാട് ഫാക്ടേഴ്സ്, ഒരുപാട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ വിവിധ ഘടകങ്ങളായിട്ട് അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള കാറ്റഗറീസ് ആയിട്ട്, ക്ലാസ്സുകളായിട്ട് തിരിഞ്ഞു പോകുന്നത്. അതിനെയാണ് ക്ലാസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് സോഷ്യൽ ക്ലാസ്സസ് ബേസ്ഡ് ഓൺ ദ ഫാക്ടേഴ്സ് സച്ച് ആസ് വെൽത്ത്, ഒക്യുപ്പേഷൻ ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ്. ഇനി ക്ലാസ് ഫോർമേഷൻ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നാന്ന് പറയാം അല്ലേ. ക്ലാസ് ഫോർമേഷൻ ഒരു ഏർലി സൊസൈറ്റിയിൽ ഒരു തരത്തിലുണ്ടായിരുന്നേക്കാം. ഏത് സൊസൈറ്റിന് ക്ലാസ് ഫോർമേഷനെ കുറിച്ച് അത്ര വലിയ എവിഡൻസസ് ഒന്നും ഇല്ലെങ്കിലും ഉണ്ടായിരുന്നു. ദെൻ ഒരു മിഡിൽ കാലഘട്ടമായിരിക്കും, മിഡിൽ ഏജ് ആയപ്പോൾ, മിഡിൽ പീരീഡ് ആയപ്പോൾ എങ്ങനെയാണ് ക്ലാസ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, യൂറോപ്പിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൃഷിയിടങ്ങളിൽ കൃഷിക്കാർ, ലാൻഡ് ലോഡ്സ്, ഭൂപ്രഭുക്കന്മാർ, അങ്ങനത്തെ ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഈ ക്ലാസ് ഫോർമേഷൻ ഒരു ഡിസ്റ്റിൻക്റ്റ് ക്ലാസ്സസ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് വരുന്നത് 18th 19th സെഞ്ച്വറിയിൽ യൂറോപ്പിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ പീരീഡിലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ആ ഒരു കാലഘട്ടത്തിനെടുത്ത് നോക്കുമ്പോൾ വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ അർബനൈസേഷൻ, നഗരവൽക്കരണം, ഈ ഒരു പീരീഡിലേക്ക് വരുമ്പോൾ ഇതിലൂടെ ഫോം ചെയ്യുന്നതാണ് ഒരു വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ്. ഒരു വർക്കിംഗ് ക്ലാസ്സും ഇവരുടെ മുതലാളിമാരായിരിക്കുന്ന ഒരു ബൂർഷാ ക്ലാസ്സും ഫോം ചെയ്യുന്നു. ഒരു മിഡിൽ ക്ലാസ് എന്നാണ് പറയുക. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സും ഒരു വർക്കിംഗ് ക്ലാസ്സും ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ അർബനൈസേഷൻ എന്നുള്ള ആ ഒരു കാലഘട്ടത്തിൽ 18th 19th സെഞ്ച്വറിയിൽ യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രീസിൽ, വ്യവസായങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നവരെ ഫാക്ടറി വർക്കേഴ്സ് എന്നും പറയും. ഫാക്ടറി വർക്കേഴ്സ് അവരുടെ മുതലാളിമാരായിട്ടുള്ള, പണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ്സും, വെൽത്തി മിഡിൽ ക്ലാസ്, അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായിട്ടുണ്ടായിരുന്നു. ഫാക്ടറി വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ സിറ്റുവേഷൻ എന്താണ്? ദേ ആർ പുവർ, വളരെ പുവറായിട്ട് ഉള്ളൊരു വിഭാഗമായിരുന്നു. പുവറായിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ വേജസിന്, കൂലിക്ക് മാത്രം ജോലി ചെയ്തിരുന്ന ഗ്രൂപ്പിനെയാണ് ഫാക്ടറി വർക്കേഴ്സായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ലോങ് പീരീഡ് വർക്കുമാണ്. ലോങ് പീരീഡ്, അതായത് ഒരുപാട് കാലത്തോളം അല്ലെങ്കിൽ സോ മെനി ഹവേഴ്സ്, ഒരുപാട് മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നവരായിരുന്നു ഈ ഫാക്ടറി വർക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് ക്ലാസ് ആൻഡ് ദെയർ ഓണേഴ്സ് നോൺ ആസ് മിഡിൽ ക്ലാസ്, അങ്ങനത്തെ ഒരു ഗ്രൂപ്പായിരുന്നു ഒരു 18th 19th സെഞ്ച്വറിയിലെ ക്ലാസ് ഫോർമേഷൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക്, അപ്പോൾ അതാണ് ക്ലാസ് ഫോർമേഷനും ക്ലാസ് ഫോർമേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. ദെൻ ക്ലാസ് ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന
ഫാക്ടേഴ്സ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു ക്ലാസ് രൂപീകരിക്കാൻ, ക്ലാസ് ഫോർമേഷന് ഉണ്ടാവുന്നത്? സോഷ്യൽ റീസൺസ് ഉണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ദെൻ എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സുകളുണ്ട് ക്ലാസ് ഫോർമേഷന്. ആദ്യമായി നമുക്ക് എക്കണോമിക് ഫാക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ് എക്കണോമിക് ഫാക്ടേഴ്സ്? എക്കോണമി, സാമ്പത്തികമായിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ എന്താ പറയുക, പൈസ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. കീ ഫാക്ടറാണ് ഒരു ക്ലാസ് ഫോർമേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് യൂറോപ്പിനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ വേൾഡിനെ മൊത്തം സംബന്ധിച്ച് നോക്കുമ്പോൾ ക്ലാസ് ഫോർമേഷൻ്റെ ഒരു പ്രധാന ഘടകമാണ് എക്കണോമി എന്ന് പറയുന്നത്, എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് എഗ്രികൾച്ചറൽ ഫീൽഡ്സ് എടുത്ത് നോക്കാം. ആദ്യം എഗ്രികൾച്ചർ ചെയ്യുന്നവർ, കൃഷിക്കാർ, അവരെന്താണ്, കൃഷിക്കാരും ആ ഭൂ ഉടമയും, കൃഷിക്കാരും കൃഷി എടുപ്പിക്കുന്ന ആളും തമ്മിൽ ആ ഒരു ക്ലാസ് ഫോർമേഷൻ ഉണ്ടായിരുന്നു. മിഡീവൽ പീരീഡ് ആയപ്പോഴേക്കും അത് കുറച്ചും കൂടെ മാറിയിട്ട് ലാൻഡ് ഓണേഴ്സ്, ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറി. യൂറോപ്പിലെ കാര്യമാണ്. ഫ്യൂഡലിസം എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് മാറി. ഫ്യൂഡൽ ലോഡ്സ്, ഫ്യൂഡൽ ഭൂപ്രഭുക്കന്മാരും അവിടെ പണിയെടുക്കുന്ന വളരെ സെർവ്സ്, ടെനൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന കൃഷിക്കാരും ആ രീതിയിലേക്ക് മാറി. ദെൻ അത് കഴിഞ്ഞിട്ട് ക്യാപിറ്റലിസം വന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് ക്യാപിറ്റലിസം വന്നപ്പോൾ വർക്കിംഗ് ക്ലാസ്സും അതുപോലെ തന്നെ ബൂർഷ വിഭാഗം, അങ്ങനത്തെ 2 കാറ്റഗറീസ് വന്നു. പ്രൈവറ്റ് ഓണർഷിപ്പ് കൂടി, സ്വകാര്യമായിട്ടുള്ള സ്വത്ത് കൂടുകയും ഈ സ്വകാര്യ സ്വത്ത് ഇല്ലാത്തവരുടെ എണ്ണം കൂടുകയും, പുവർ ആൻഡ് റിച്ച് എന്ന് പറയുന്ന വർക്കിംഗ് ക്ലാസ്സും ബൂർഷ വിഭാഗവും വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഘടകങ്ങൾ എക്കണോമിക് ഫാക്ടേഴ്സ് ഈ സോഷ്യൽ ക്ലാസ്സസിനെ രൂപീകരിക്കാൻ കാരണമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ക്യാപിറ്റലിസത്തിന്, ഇത്തരത്തിലുള്ള വർക്കിംഗ് ക്ലാസ്സിൻ്റെ ചൂഷണത്തിനെതിരെ വന്ന ഒരു ആശയമായിരുന്നു സോഷ്യലിസം എന്ന് പറയുന്നത്. റിയാക്ഷൻ അഗെയിൻസ്റ്റ് ക്യാപിറ്റലിസം ആണ് സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസത്തിന് എതിരായിട്ട് വന്നിട്ടുള്ള ഒരു ആശയമായിരുന്നു, ചൂഷണത്തിനെതിരായിട്ട് വന്ന. അപ്പോൾ അതായിരുന്നു അതിന് ഈ പ്രൈവറ്റ് ഓണർഷിപ്പിനെതിരെ, സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിനെതിരെ വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങൾ. അതൊരു വേറൊരു ക്ലാസ് ആയിട്ട് തന്നെ രൂപീകരിച്ചു വന്നു. ഇതായിരുന്നു എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് എന്താണ്, അധികാരമുള്ളവനും അല്ലെങ്കിൽ അധികാരത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നവനും അത്തരത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കാത്ത അധികാരമില്ലാത്ത ഗ്രൂപ്പ്. അതാണ് 2 ക്ലാസ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അധികാരം എന്ന് പറയുന്നത് ചില ആളുകളുടെ കൈകളിൽ മാത്രം, ഫ്യൂ ഇൻഡിവിജ്വൽസിൻ്റെ കൈകളിൽ മാത്രം ഒതുങ്ങുകയാണെങ്കിൽ അവിടെ എന്തായി, റൂളിംഗ് ക്ലാസ് വന്നു. ആ റൂളിംഗ് ക്ലാസ് പലപ്പോഴും ഒരു അരിസ്റ്റോക്രറ്റിക് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ ഓട്ടോക്രസിയോടുകൂടി അവർ മാത്രം ഒരു ഡൊമിനൻറ്റ് പവറോടുകൂടി, സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള അധികാരത്തോട് കൂടിയിട്ട് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം കടന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ കീഴിൽ വരുന്ന ജനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ മോശമായിരിക്കും. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അപ്പോൾ നമുക്ക് ഈ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ നമുക്ക് ജർമ്മനിയുടെയൊക്കെ ഒരു പഴയ സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, നാസിസം ഉള്ള കാലഘട്ടത്തിൽ നാസികളുടേതായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ കീഴിൽ വരുന്ന നാസികളായിട്ടുള്ള അയാളനുസരിച്ച് നിൽക്കുന്ന ആ ഒരു ഗ്രൂപ്പും, അതായത് അവർ കൂടുതലും വംശപരമായിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ അതിൻ്റെ കീഴിൽ വരുന്ന മറ്റ് ജനങ്ങൾ, ജൂതന്മാരായിട്ടുള്ള വിഭാഗങ്ങൾ, അവർക്ക് എന്തായിരുന്നു, അവർ തീരെ അവഗണിക്കുന്ന അല്ലെങ്കിൽ അവർ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് പറയുമ്പോൾ ഒരേ സമയം സോഷ്യൽ ഫാക്ടറും കൂടെ ജർമ്മനിയുടെ കേസിൽ വരുന്നുണ്ട്. സാമൂഹികപരമായിട്ടുള്ള റേസ്, എന്താ പറയുക, വംശീയപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. പക്ഷെ നമുക്കതിനെ പൊളിറ്റിക്കൽ ഫാക്ടറിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അധികാരം കയ്യേറുന്ന ഹിറ്റ്ലറും ഹിറ്റ്ലറിൻ്റെ ഗ്രൂപ്പും അധികാരമില്ലാത്ത സാധാരണക്കാരും തമ്മിലുള്ള രംഗം. അപ്പോൾ അത് എല്ലാ സിറ്റുവേഷനിലും പല രാജ്യങ്ങളിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ക്ലാസ് ഫോർമേഷന് കാരണമാകുന്നുണ്ട്. ദെൻ കൾച്ചറൽ ഫാക്ടേഴ്സ്, സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം നേടിയ ആൾക്കാരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും തമ്മിലുണ്ടാകുന്ന ഒരു അന്തരമുണ്ട്. അതൊരു കൾച്ചറൽ ഫാക്ടറിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. ടെക്നോളജിയുമായിട്ടുള്ള സാങ്കേതിക വിദ്യ എങ്ങനെയാണ്, സാങ്കേതിക വിദ്യ ഇന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാലഘട്ടമാണല്ലേ. ഒരുവിധം എല്ലാവരും ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നതിൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ ഈ ടെക്നോളജി അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എല്ലാവിധ ഗുണങ്ങളും, ICT ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ എല്ലാവിധ ഗുണങ്ങളും അനുഭവിക്കുന്നവരും അത് അനുഭവിക്കാത്തവരും തമ്മിലുണ്ടാകുന്ന ഒരു അന്തരമുണ്ട്. അതിന് ഡിജിറ്റൽ ഡിവൈഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും.
അപ്പം അത്തരത്തിലുള്ളവർ തമ്മിലുണ്ടാകുന്ന ഒരു ക്ലാസ് ഫോർമേഷൻ ഉണ്ട്. അതിനാണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ടെക്നോളജിക്കലി കാര്യങ്ങളൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാൻ കൂടുതൽ അറിയാവുന്ന ടെക്നോളജിക്കൽ എലൈറ്റ് എന്ന് പറയും. അങ്ങനത്തെ ഒരു വിഭാഗം രൂപീകരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ഫാക്ടറാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ നമുക്ക് എന്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും? ഒരു പ്രത്യേക എൻവയോൺമെൻ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് അവർ ഇപ്പോൾ ഒരു സ്ഥലത്ത് കൂടുതൽ നാച്ചുറൽ റിസോഴ്സസ് ഉള്ളവർ, അതായത് എന്താ പറയുക, പ്രകൃതിയുടെ തന്നെ എല്ലാ നല്ല വശങ്ങളും കൂടുതൽ ഫലഭൂയിഷ്ടമായ മണ്ണിൽ ജീവിക്കുന്നവർ, അത് ഒട്ടുമില്ലാത്ത ഒരു സ്ഥലത്ത് ജീവിക്കുന്നതിന് തമ്മിലൊരു അന്തരം ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നവരും അത് അനുഭവിക്കാത്തവരും തമ്മിലുണ്ടാകുന്ന ആ ഒരു ഡിഫറൻസിനെയാണ്, ആ ഒരു റീജിയണൽ ഡിഫറൻസ് ആണ്, ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ വ്യത്യാസത്തിലാണ് ഒരുപാട് തരംതിരിവുകൾ, ക്ലാസ് ഫോർമേഷൻസ് ഉണ്ടാവാം. അതിന് നമുക്ക് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ക്ലാസ് ഫോർമേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ക്ലാസ് ഫോർമേഷനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സാണ്. ഇനി ക്ലാസ് ഫോർമേഷൻ കൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക്കലി ഇന്നീക്വൽ സൊസൈറ്റിയാണ് ഉണ്ടാവുന്നത്. സോഷ്യൽ എക്കണോമിക്കൽ ഇന്നീക്വൽ സൊസൈറ്റി, സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും തുല്യതയില്ലാത്ത ഒരു സമൂഹ രൂപീകരണമാണ് ഉണ്ടാവുന്നത്. സ്വത്ത്, വെൽത്ത്, ഓക്യുപ്പേഷൻ, ജോലി തുടങ്ങിയവയൊക്കെ തുല്യതയില്ലാതെ ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ക്ലാസ് ഫോർമേഷൻ്റെ നെഗറ്റീവ് വശങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു ക്ലാസ് ഫോർമേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അടുത്തതൊരു ടോപ്പിക്കാണ് ക്ലാസ് കോൺഷ്യസ്നെസ്. ക്ലാസ്സുകളെ കുറിച്ചുള്ള ഓരോ ക്ലാസ് എന്നുള്ള ആ ഒരു ബോധം, കോൺഷ്യസ് ആവാം നമ്മൾ അതിനെക്കുറിച്ച്, ഒരു ക്ലാസ്സിനെ കുറിച്ച് കോൺഷ്യസ് ആയിരിക്കുക. എന്താണ് ക്ലാസ് കോൺഷ്യസ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ അവെയർനെസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഹാവ് ഓഫ് ദെയർ പൊസിഷൻ ഇൻ സൊസൈറ്റി ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് ടു അതർ ക്ലാസ്സസ്. എന്താണ് ക്ലാസ് കോൺഷ്യസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തികളും സമൂഹത്തിൽ അവർക്കുണ്ടായിട്ടുള്ള സ്ഥാനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കേണ്ട സ്ഥാനത്തിനെ കുറിച്ച് ബോധവാന്മാരാവുകയും അതിനനുസരിച്ച് പെരുമാറുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് ക്ലാസ് കോൺഷ്യസ്നെസ് എന്ന് പറയാം. അപ്പോൾ ഒരു വ്യക്തിക്ക് ആ സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധവും മറ്റ് ക്ലാസ്സുകളായിട്ടുള്ള കമ്പാരിഷനുമൊക്കെ ഈ ക്ലാസ് കോൺഷ്യസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ക്ലാസ് കോൺഷ്യസ്നെസ്സും ഒരുപാട് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. അതായത് ഡിഫറെൻറ്റ് ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സിലുള്ളവരും മറ്റൊരു ക്ലാസ്സിനോട് ചെറുതാണോ വലുതാണോ എന്നൊക്കെ തോന്നുന്ന ഒരു പ്രശ്നങ്ങൾ ഈ ക്ലാസ് കോൺഷ്യസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിൽ ജീവിക്കുന്നവരും, അതായത് കാലങ്ങളായിട്ട് നമ്മൾ ജീവിച്ചു പോരുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലേ, ആ സ്ട്രക്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും വേറൊരു ക്ലാസ്സിലുള്ള ആൾക്കാർ ജീവിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഒരു ഡിഫറൻസസ് ഒക്കെ ഇങ്ങനെ വരുന്ന ആൾക്കാർ തമ്മിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും. അവർ തമ്മിൽ ബേസിക്കലി അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ നല്ല ഐഡിയാസും ഉണ്ടായിരിക്കും, ചീത്ത ഐഡിയാസും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു ക്ലാസ്സുകൾ തമ്മിലുണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങളുണ്ട് ഇതിലുണ്ടായിരിക്കും. ഇനി ക്ലാസ് കോൺഷ്യസ്നെസ് കുറിച്ച് പറയുമ്പോൾ ഈ ക്ലാസ് കോൺഷ്യസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് തൊഴിലാളികളെ കുറിച്ചെടുക്കാം. നമ്മൾ പറഞ്ഞു സോഷ്യലിസം എന്ന് പറയുന്ന ആശയം ക്യാപിറ്റലിസത്തിനെതിരായിട്ട് വന്നൊരു അവയർനെസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് അത് വന്നിട്ടുണ്ടാവുക? ക്യാപിറ്റലിസം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഈ വർക്കേഴ്സ് ഒരുപാട് ചൂഷണങ്ങൾ അനുഭവിക്കുകയും സ്വത്തെന്ന് പറയുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യ സ്വത്ത് കൂടി വരികയും വർക്കേഴ്സിൻ്റെ സ്ഥിതി കൂടുതൽ മോശമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് സോഷ്യലിസം വരുന്നത് അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സോഷ്യൽ മൂവ്മെൻറ്റ്സും ഉണ്ടായിട്ടുണ്ട്. വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് സോഷ്യൽ മൂവ്മെൻറ്റ്സും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ട് സോഷ്യൽ മൂവ്മെൻറ്റ്സ് എങ്ങനെ ഉണ്ടാകുന്നത്? വർക്കിംഗ് ക്ലാസ് അവരുടെ ക്ലാസ്സിനെ കുറിച്ച് കോൺഷ്യസ് ആവുകയാണ്, അവരുടെ ക്ലാസ്സിനെ കുറിച്ചൊരു അവബോധം വരികയാണ്. ഞങ്ങൾക്ക് ഇന്ന രീതിയിൽ മാത്രം ജീവിച്ചാൽ പോരാ, കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാവണം. അതെല്ലാം ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അത് എല്ലാ മേഖലകളിലും എല്ലാ ക്ലാസ്സുകളിലും ഇത്തരത്തിലുള്ള സോഷ്യൽ മൂവ്മെൻറ്റ്സിനൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കോൺഷ്യസ്നെസ് ആണ് പലപ്പോഴും സോഷ്യൽ മൂവ്മെൻറ്റ്സിന്, നിലനിൽക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഐഡിയോളജീസിനെതിരെ ഇതിനൊക്കെ പോരാടാൻ വേണ്ടിയിട്ട് കാരണമാവുന്നത്.
ദെൻ ക്ലാസ് കോൺഷ്യസ്നെസ് എങ്ങനെയാണ് എക്കണോമിക് സിസ്റ്റത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ സൊസൈറ്റീനെ കുറിച്ച് അവബോധം ഉണ്ടാകുന്ന സമയത്ത്, നമ്മൾ കോൺഷ്യസ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. അങ്ങനെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എക്കണോമിക് സിസ്റ്റത്തിനെ തന്നെ മാറ്റിമറിക്കാൻ ഈ ക്ലാസ് കോൺഷ്യസ്നെസ്സിന് സാധിക്കുന്നുണ്ട്. ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ ഈ ക്ലാസ് കോൺഷ്യസ്നെസ് എങ്ങനെയാണ് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാമൂഹികപരമായിട്ട് മനുഷ്യന്മാർ പല രീതിയിൽ ഡിഫറൻസസ് അനുഭവിക്കുന്നുണ്ട് അല്ലേ? വംശത്തിൻ്റെ, ലിംഗത്തിൻ്റെ, മതത്തിൻ്റെ പേരിൽ, ജനിച്ച സ്ഥലത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, അങ്ങനെ സോഷ്യലി ഒരു വ്യക്തി ഒരുപാട് രീതിയിലുള്ള ക്ലാസ് ഡിഫറൻസസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും ഈ സാമൂഹികപരമായിട്ടുള്ള ഈ അന്തരങ്ങൾക്കെതിരെ ഒരുപാട് മുന്നോട്ട് വരാനൊക്കെ ഈ ക്ലാസ് കോൺഷ്യസ്നെസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ സിസ്റ്റത്തിൽ, ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഘടനയിൽ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അവബോധം എന്ന് പറയുന്നത് കൂടുതൽ തങ്ങൾക്ക് വേണ്ടുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോരാടാൻ ഒരു വിഭാഗത്തിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അത്തരത്തിലുള്ള അവകാശങ്ങൾ കൊടുക്കേണ്ടതില്ല എന്ന ആശയത്തിൽ വേറൊരു വിഭാഗം നിൽക്കുന്നുണ്ടാവും. അപ്പോൾ സോഷ്യൽ സിസ്റ്റത്തിൽ തന്നെ ഈ ഒരു ക്ലാസ് കോൺഷ്യസ്നെസ്, സ്വത്വബോധമാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. ഈ സ്വത്വബോധം കൊണ്ടാണ് പല സോഷ്യൽ ആക്ടിവിറ്റീസും ഉണ്ടായി വരുന്നത്. അപ്പം ഒരു സൊസൈറ്റിയുടെ എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ വിഭാഗങ്ങളിലൊക്കെ ഈ ക്ലാസ് കോൺഷ്യസ്നെസ്, സാമൂഹികപരമായിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അവബോധം, സ്വത്വബോധം പല മൂവ്മെൻറ്റ്സിനും കാരണമാകുന്നുണ്ട്. അത് എല്ലാ ക്ലാസ്സിലും നിലനിൽക്കുന്ന ഒന്നുകൂടിയാണ് സ്വത്വബോധം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ക്ലാസ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച്, ക്ലാസ് കോൺഷ്യസ്നെസ് ഇൻ എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ക്ലാസ് ഫോർമേഷനെ കുറിച്ച് പറഞ്ഞു, ക്ലാസ് ഫോർമേഷൻ്റെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ എന്താണ് ക്ലാസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നു, അതിനായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് പറഞ്ഞു. ഇത്രയാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്